നമ്മുടെ നാട്ടിൽ ഒരു ഉത്സവം നടക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന ഒരു സമ്മേളന നഗരി. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ ഫോണിൽ നിന്ന് കോൾ ചെയ്താലോ അല്ലെങ്കിൽ നെറ്റ്വർക്കോ നമുക്ക് ലഭിക്കാറില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ടവറിൻ്റെ കീഴിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരിലേക്കും നെറ്റ്വർക്ക് എത്തിക്കാൻ ആ ഒരു ടവറിന് കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സമയത്ത് കോൾ ചെയ്യുവാനോ അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിക്കാനോ സാധിക്കാത്തത്. എന്നാൽ ഇതുപോലെ എത്ര ജനങ്ങൾ കൂടിക്കഴിഞ്ഞാലും ചില നെറ്റ്വർക്ക്, അതായത് എയർടെൽ യൂസർക്ക് ഡാറ്റ 5G നെറ്റ്വർക്കിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അവർ എയർടെലിൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ സ്പെഷ്യൽ പെർമിഷൻ എന്നാണോ? ഞാൻ പറഞ്ഞുതരാം. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. നമ്മൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചില VIP-കളെ പ്രധാനമായിട്ടും കടത്തിവിടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ മുഖ്യമന്ത്രിയാവാം, ഗവർണറാവാം, നമ്മുടെ പ്രധാനമന്ത്രിയാവാം. ഇങ്ങനെ പ്രത്യേക ഒരു പ്രയോറിറ്റി ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പോലെയാണ് എയർടെൽ ചില വ്യക്തികൾക്ക് ഇതുപോലെ ഡാറ്റ നൽകുന്നത്. ഇതിനായിട്ട് നമുക്ക് എയർടെലിൻ്റെ പ്രയോറിറ്റി പോസ്റ്റ്പെയ്ഡ് പ്ലാനിൽ ജോയിൻ ആയിരിക്കണം. നിങ്ങൾ എയർടെലിൻ്റെ പ്രയോറിറ്റി പോസ്റ്റ്പെയ്ഡ് പ്ലാനിലാണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കും വളരെയധികം സ്പീഡിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതിനായിട്ട് 5G നെറ്റ്വർക്ക് സ്ലൈസിംഗ് എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നെറ്റ്വർക്കിൽ എത്ര വലിയ ട്രാഫിക് ആണെങ്കിലും അവരുടെ സ്പെഷ്യൽ കസ്റ്റമർക്ക് നെറ്റ്വർക്ക് സ്പീഡ് നൽകുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് എയർടെൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിൽ ഈ പ്ലാൻ പോസ്റ്റ്പെയ്ഡ് യൂസർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. 449 ഈ ഒരു പ്ലാൻ സ്റ്റാർട്ട് ആവുന്നത്. ഈ ഒരു പ്ലാനിനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പൈസ ഉള്ളവന് എന്തോ ആവാന്നാണോ? എന്നാൽ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നെറ്റ്വർക്ക് സ്പീഡാക്കാമെന്ന് കരുതി എല്ലാവരും ഈ ഒരു പ്രയോറിറ്റി പ്ലാനിലേക്ക് മാറിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് VIP Pro എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്ലാനും കൂടെ ഇതുപോലെ കാണാൻ സാധിക്കും. നിലവിൽ നമ്മൾ ഡാറ്റ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു പ്ലാനിലേക്ക് മാറിയാൽ നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടോ എന്ന് കരുതി നമ്മൾ മാറി നോക്കും. നിലവിൽ നമ്മൾ നോർമൽ ഡാറ്റ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു പ്ലാനിനെ കുറിച്ച് കേട്ടാൽ എല്ലാവരും ഇതിലേക്കൊന്ന് മാറി നോക്കും. നമ്മളെല്ലാവരും ഈ ഒരു പ്ലാനിലേക്ക് മാറുമെന്ന് കരുതിയിട്ടാണ് എയർടെൽ നെറ്റ്വർക്കിന്റെ സ്പീഡ് കുറച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു കംപ്ലൈന്റ് നിലവിലുണ്ട്. ഇതുപോലൊരു റീചാർജ് പ്ലാൻ ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. എന്നാൽ അതിന്റെ പിറകിൽ ഇതുപോലൊരു കളി നടക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ.